ഈ തവ ഇത് വഴറ്റാനെടുത്ത് എന്താന്ന് വെച്ചാൽ ഈ തവയിലാകുമ്പോൾ പെട്ടെന്ന് വെള്ളം വലിഞ്ഞു കിട്ടുമല്ലോ, അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റീൽ ചീനിച്ചട്ടി ഒന്നും എടുക്കാതിരുന്നത് കേട്ടോ. പിന്നെ വറക്കാനായിട്ട് വെച്ചിരിക്കുന്ന പാത്രം കാസ്റ്റ് അയൺ ചീനിച്ചട്ടി. എല്ലാവരും ചോദിക്കൂല എന്താ അമ്മ എപ്പോഴും അത് കാണിക്കാത്തതെന്ന്. ഇടയ്ക്കിടയ്ക്കൊക്കെ എടുക്കാറുള്ളൂ. അത് കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കാനൊരു മടിയാണ് എനിക്ക്. വെറുതെ ഒന്ന് ചുമ്മാ പെർഫെക്റ്റ് റൗണ്ട് ആയിട്ടോ. ഇനി റസ്കിൽ മുക്കാനുണ്ട് നമുക്ക്. മുട്ടയിലും മുക്കി വെച്ച് റസ്കിൽ മുക്കണം. ഞാൻ എന്നാ എനിക്കിങ്ങനെ കയ്യിലും ഓരോ പ്രാവശ്യവും ഇങ്ങനെ ആക്കണ ഇഷ്ടമല്ല. അപ്പം ഞാൻ ആദ്യം ഉരുട്ടി വെക്കും, അത് കഴിഞ്ഞ് ഇങ്ങനെ കയ്യിൽ വെച്ച് പരത്തും, അത് കഴിഞ്ഞിട്ട് മറ്റേ പരിപാടി നടത്തും. അപ്പം എഗ് ആൻഡ് റസ്ക്. അപ്പം എന്നാ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോ പ്രാവശ്യം ഇതിൽ മുക്കാനും ഉരുട്ടാനും പരത്താനും ഒന്നും പോകണ്ട. പിന്നെ വെളിച്ചെണ്ണയിട്ട് വറുത്ത് കോരിയാൽ മതി. കുട്ടി കട്ട്ലറ്റ് അല്ലേ? അതെ, കുട്ടി കട്ട്ലറ്റ് എൻ്റെ ഭാഷയിലേ. അടിപൊളി. കുട്ടി കട്ട്ലറ്റ്, കുഞ്ഞി കട്ട്ലറ്റ്, കുട്ടി കട്ട്ലറ്റ്. നമ്മുടെ നല്ല ചുമന്ന കളർ ബീറ്റ്റൂട്ട് വന്നപ്പോഴേ. അതെ അതെ, ബീറ്റ്റൂട്ട് വന്നപ്പോൾ എനിക്ക് ഇതുപോലെ ഇവിടെ അപ്പയ്ക്ക് ഇപ്പോഴും സബ്ജി ഉണ്ടാക്കുമ്പോ ബീറ്റ്റൂട്ടും കൂടെ ചേർത്തുള്ള സബ്ജി ഇഷ്ടമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ കോമ്പിനേഷൻ. അതുപോലെ ഋദ്ദിക്കിന് ഇഷ്ടമാണ് ബീറ്റ്റൂട്ട് ചേർത്തുള്ള സബ്ജി. അവൻ എപ്പോഴും പറയും അത് ഹോട്ടലില്. ശരിക്കും ബീറ്റ്റൂട്ട് ചേർത്തുള്ള സബ്ജി നമുക്ക് ഇന്ത്യൻ കോഫിയിലാണെന്ന് തോന്നണം. അവിടുത്തെ സബ്ജി ബീറ്റ്റൂട്ട് ചേർത്താണോ എന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. ഇപ്പൊ ഈ നാളുകളായിട്ട് അങ്ങോട്ടൊന്നും പോക്കില്ലാത്തതുകൊണ്ട് മറന്നുപോയി. പ്രേക്ഷകര് അങ്ങനെ അല്ലെങ്കിൽ ഒന്നും വേറെ എവിടത്തെയാണെന്നൊന്ന് പറ. മിക്കവാറും അവിടത്തെയാണ് ആ സബ്ജി കിട്ടാറ്. അവര് എപ്പോഴും ബീറ്റ്റൂട്ട് കട്ട്ലറ്റും ചെയ്യണുണ്ടോ. അതെ, ചാടിപ്പോരരുത്. ചാടി പോരതിന് മുമ്പ് പിടിച്ചോളണം, അല്ലെങ്കിൽ ഒരു കട്ട്ലറ്റ് വേസ്റ്റ് ആവും. പോരെ? രണ്ടു വശവും കവർ ചെയ്യണം കേട്ടോ, എന്നാല് പിടുത്തം കിട്ടുള്ളൂ. അതെ, സ്പൂണിൽ കോരി ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം, പക്ഷെ അന്നേരം അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ കൈകൊണ്ട് തന്നെ ചെയ്യണേ. പിന്നെ ഓരോരുത്തരുടെ നിത്യത്തൊഴിൽ പോലെയല്ലേ ഓരോരുത്തരും ചെയ്യണം. അതൊക്കെ അവനവൻ എങ്ങനെയാ കൂടുതൽ സൗകര്യപ്രദമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുക. കയ്യിലെടുത്ത് വയ്ക്കാം. ഞാൻ ശരിക്കും കാണിക്കാം. അപ്പം നിങ്ങൾക്ക് പോരെ? അടുത്ത ട്രിപ്പ് കോരുവാണേ. ഓരോന്നേ പൊടിയാതെ എടുക്കണ്ട്. ഈ പാകം പോരെ? മതി. ഈ പാകം മതി. പിന്നെ അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞ പോലെയാവും. അടിപൊളി അടിപൊളി, നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അത് നിനക്ക് കഴിക്കാൻ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ അപ്പം എടുത്ത് കഴിക്കട്ടെ. ഞാൻ പിന്നെ കഴിച്ചോളാം, എനിക്ക് ധൃതിയില്ല. നീ എന്നാന്നറിയാമോ, ടേസ്റ്റ് അറിയാൻ വേണ്ടി നിന്നോടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഞാൻ പറഞ്ഞു. ഇനി 2 കൂടി ഇടാനുള്ളൂ. കുറച്ച് പൊരിയൊക്കെ ഇതിൽ കിടപ്പുണ്ട്, അത് കുഴപ്പമില്ല. 2 കൂടെ ഉള്ളിങ്ങി. അപ്പം
ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വറക്കുമ്പോൾ ഇല്ലേ കൂടുതൽ വെളിച്ചെണ്ണ അങ്ങ് ഒഴിക്കുക ആദ്യം ചട്ടിയിൽ, എന്നിട്ട് മാക്സിമം ആദ്യം ഇടാൻ നോക്കുക. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ പിന്നെ പൊരിയൊക്കെ വീണ് പിന്നെ ഇതാവണതിന് മുമ്പ് ഫ്രഷായിട്ട് വറുത്ത് പോരാം. അപ്പം വേറെ ആ വെളിച്ചെണ്ണ പിന്നെ വല്ല ചെമ്മീനോ മീനോ ഒക്കെ വറക്കാനും എടുക്കാൻ പറ്റുള്ളൂ. പപ്പടം കാച്ചിയാലും ഗുണമാവുമെന്ന് തോന്നണില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വെളിച്ചെണ്ണ പരമാവധി അധികം ഒഴിക്കാതെ, മുങ്ങിക്കിടക്കണ വെളിച്ചെണ്ണ വേണോട്ടോ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. മാറ്റി വെച്ചിട്ട് അടുത്ത് ഇങ്ങടെ എടുത്തേട്ടോ. ഇതേത് കഴിച്ചേച്ച അഭിപ്രായം പറ. ഇവിടെ വെക്കുവാ ഞാൻ. ഈ 2 കൂടെ ഉള്ളൂ. അപ്പം ഞാനിത് കഴിക്കാൻ പോവാണ്. നല്ല യമ്മി ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കണ്ടോ, കട്ട്ലറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. സൂപ്പർ ടേസ്റ്റിയാണ്, അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം, അല്ല ജസ്റ്റ് നമുക്കൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ. യെസ്, കണ്ടോ, വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡായി ചേർന്നിട്ടുണ്ട്. യെസ്, വെജിറ്റബിൾസ് കഴിക്കാനൊക്കെ മടിയുള്ളവർക്ക് ഇതുപോലെ കട്ട്ലറ്റ് ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് കഴിച്ചോളും. കട്ട്ലറ്റ് പൊതുവേ എല്ലാവരും കഴിക്കുന്ന ഒരു ഡിഷാണല്ലോ, ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് വളരെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഗരം മസാലയുടെയൊക്കെ ടേസ്റ്റ് ഉള്ളത് കാരണം ഒരു ചിക്കൻ അതിൻ്റെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിക്കാം. ദേ കണ്ട, വാവ്, ഇറ്റ്സ് സൂപ്പർ സൂപ്പർ ടേസ്റ്റി. അതുപോലെ പ്യുവർ വെജിറ്റേറിയൻസിന് നേരത്തെ പറഞ്ഞ പോലെ മുട്ടവെള്ളയിൽ മുക്കുന്നതിന് പകരം മൈദമാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഇന്ത്യൻ കോഫി ഹൗസിലെ ബീട്രൂട്ട് കട്ട്ലറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ തരുന്ന ഒന്നാണ് അവിടുത്തെ ബീട്രൂട്ട് കട്ട്ലറ്റും കൂടെ കിട്ടുന്ന ബീട്രൂട്ട് സോസും സലാഡും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ആ ഒരു സുഖമുണ്ടല്ലോ, വേറെ എന്ത് കഴിച്ചാലും എനിക്ക് കിട്ടാറില്ല കേട്ടോ. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ എപ്പോഴും ഇത് പറയുന്നതായിരുന്നു. അമ്മ പറഞ്ഞു നമുക്കും ഉണ്ടാക്കാം ബീട്രൂട്ട് കട്ട്ലറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി നല്ലൊരു ഹോം മെയ്ഡ് ഫീല് തരുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റായിരുന്നു. ബീട്രൂട്ട് എത്രയൊക്കെ ആയാലും നല്ല ഗുണങ്ങളുള്ള പച്ചക്കറിയല്ലേ.